നമ്മൾ സ്കൂളുകളിലേക്ക് തന്നെ പോവുകയാണ്. പ്രവേശനോത്സവ വിശേഷങ്ങളുമായി മേഘന മുരളി തിരുവനന്തപുരം പട്ടം സ്കൂളിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. മേഘനയുടെ കൂടെ കുറച്ച് കുട്ടികൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മേഘന, പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ കരയാറില്ല എന്ന് മേഘന നേരത്തെ പറഞ്ഞായിരുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മാറാൻ അവസരം ഇപ്പോൾ ഉണ്ട്. ഹാഷ്മി, ഇതുവരെ അങ്ങനെ തന്നെയാണ്. പക്ഷേ കരയുന്ന കുട്ടികളും എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കുട്ടികൾ മിടുക്കരാണ് എന്നുള്ള കാര്യം സത്യവുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന മോഡൽ സ്കൂളിൽ തന്നെയാണ്. ഇവിടെ എല്ലാ തരത്തിലും വിദ്യാർത്ഥികൾ സെറ്റാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പ്രവേശനോത്സവ ഗാനം, അത് റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുള്ള ആ ഒരു പൂക്കി മുഖ്യമന്ത്രിയൊക്കെ സ്ക്രീനിൽ കൊണ്ടുവരുന്ന ആ പ്രവേശനോത്സവ ഗാനം, അതിന്റെ ദൃശ്യാവിഷ്കരണത്തിന് വേണ്ടിയാണ് ഇവിടെ കുറച്ചധികം കുരുന്നുകൾ എത്തിയിട്ടുള്ളത്. അവർ മേക്കപ്പ് ഒക്കെ ഇട്ട് തയ്യാറാണ്. അതിൽ ഹാഷ്മി ഓർക്കണം, ഇവർ 3:30 ഇവിടെ എത്തി ഈ മേക്കപ്പ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്രയും സുന്ദരി മക്കളായിട്ടാണ് കുഞ്ഞുങ്ങൾ ഇവിടെ ഉള്ളത്. അവർ കേൾക്കണം, 3:30 മണി, പുലർച്ചെ 3:30ക്കാണ് ഇവിടെ എത്തി ഈ മേക്കപ്പ് ഇടാൻ ആരംഭിച്ചത്. അങ്ങനെ മണിക്കൂറുകളുടെ പ്രയത്നത്തിനൊടുവിലാണ് ഇത്ര സുന്ദരി കുട്ടികളായിട്ട് ഇവർ ഒരുങ്ങി നിൽക്കുന്നത്. എന്താ പേരെന്താ? ജോഹന്ന. അടിപൊളിയാണോ? അല്ല, പഠിച്ചല്ലോ ആണോ? നമുക്കൊരു പാട്ട് പാടി തുടങ്ങിയാലോ? ഓക്കെ ആണോ? ഒരു പാട്ട്. പാലൊളി വിടരുന്നേ, തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനി ഓരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണിൽ.